മൈ ഡിയേഴ്സ്, ശ്രുതി ടീച്ചറാണ്. മലയാളം പരീക്ഷ വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ. എവിടെന്നാ എങ്ങനെയാ ചോദ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചു പേർക്ക് മലയാളം പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളോട് അതേ ചോദ്യങ്ങൾ ചോദിക്കില്ല അല്ലേ. നമ്മളോട് അതേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത് പ്രിപ്പയർ ആയിരിക്കുന്നവർക്ക് അറിയാം. സോ പുതിയൊരു കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഡിസ്കോഴ്സുകൾ അല്ലേ, ഏതൊക്കെ ഡിസ്കോഴ്സ് ആയിരിക്കും വരിക എന്നൊക്കെ ഉള്ളത് ടീച്ചർ പറഞ്ഞു തന്നു. തത്സമയ വിവരണമൊക്കെ നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്തിടുന്നുണ്ട്. അതുപോലെ ലൈവ് ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ഡയറി എഴുതുന്നതും കത്ത് എഴുതുന്നതും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്ന് ടീച്ചർ പത്രവാർത്ത, പലരും എന്നോട് മെസ്സേജ് അയച്ചതാണ്. ഇൻസ്റ്റഗ്രാമിൽ പല പാരൻസും മെസ്സേജ് അയച്ചൊരു കാര്യമാണ്. പത്രവാർത്ത എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് ആ രീതിയിൽ പത്രവാർത്ത എഴുതുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒരു ചോദ്യം ഞാൻ പറയാം. പത്രവാർത്തയുടെ ചോദ്യം ഇതാണ്: അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിൽ കാന്താരിമുളക് പ്രസംഗിച്ചത് നമ്മൾ വായിച്ചല്ലോ. പിറ്റേന്ന് ഇത് വാർത്തയായി പത്രത്തിൽ വന്നാൽ എങ്ങനെ എഴുതാം? അപ്പോൾ ഏത് പാഠത്തിൽ നിന്നാണ്? അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പത്രവാർത്ത ഏത് പാഠത്തിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെ വന്നാലും എന്താണ് എഴുതേണ്ടതെന്ന് കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ പത്രവാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. ഉദാഹരണമായിട്ടൊരു പത്രവാർത്തയും പറഞ്ഞുതരാം കേട്ടോ. പത്രവാർത്ത അല്ലേ, പത്രവാർത്ത നോക്കണേ. എന്താണ് പത്രവാർത്ത? അപ്പൊ പത്രവാർത്ത നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ് നമ്മളോട് പറയാറല്ലേ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇനി 5ാം ക്ലാസ്സിലേക്കല്ലേ. 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ജൂണിൽ 5ാം ക്ലാസ്സിലായി. അപ്പോൾ ജൂൺ ആവാനൊന്നും കാത്തു നിൽക്കണ്ട. ഇപ്പം നമുക്ക് സൈലത്തിൽ ഒരു എജു ഫെസ്റ്റ് ഓഫർ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു ട്യൂഷൻ വേണമല്ലോ അല്ലേ. ഓൺലൈനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന മക്കളാണ്, ഓൺലൈൻ ട്യൂഷൻ തന്നെ ആയിക്കോട്ടെ അല്ലേ. സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷനാണ് പൃഥ്വി എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമുക്ക് പ്രാണയായിരുന്നു 4ാം ക്ലാസ് വരെ. 5ലേക്ക് ആവുമ്പോൾ അത് പൃഥ്വിയായി മാറുകയാണ്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള 2 പ്ലാനുകളാണുള്ളത്. ഒന്ന് ബേസ് പ്ലാനും ഒന്ന് ഇൻഫിനിറ്റി പ്ലാനും കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ബേസ് പ്ലാനായ 2249 രൂപ 10% ഓഫറോട് കൂടി ഏപ്രിൽ മാസം വരെ നമുക്ക് ഈ ഒരു ഏപ്രിൽ ആദ്യം ആഴ്ച തന്നെ ഇതിൻ്റെ ഓഫർ എൻഡ് ചെയ്യും. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇതിലോട്ട് ജോയിൻ ചെയ്യണം. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ നമ്മുടെ ബേസ് പ്ലാനിലുള്ളതാണ്. ഇനി ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒരു പേൾ വീഡിയോ റെക്കോർഡ് എക്സ്ട്രാ ഉണ്ടാവും. അതായത് അന്നന്ന് ക്ലാസ് കാണാൻ പറ്റാത്തവരുണ്ടാവും. കലാമേള, കായികമേള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് മിസ്സാവും. പക്ഷെ അതിൻ്റെ വീഡിയോ അവിടെ റെക്കോർഡഡ് ആയിട്ട് ഉണ്ടാവും, പേൾ വീഡിയോ. ഇനിയിപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും ചെറിയ ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്. ആ ഭാഗം മാത്രം കാണണമെങ്കിൽ ആ ഭാഗം മാത്രം അവിടെ വീഡിയോ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്രാക്ഷൻ, മാത്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, സോഷ്യൽ അല്ലേ, സയൻസ്, അങ്ങനെയൊക്കെ വരാൻ പോവാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടിസ്ഥാന ശാസ്ത്രം എന്നും പറഞ്ഞാണ് വരിക. അപ്പോൾ EVS ഒക്കെ മാറുകയാണ് അല്ലേ. പരിസര പഠനമൊക്കെ മാറി പുതിയ 5ാം ക്ലാസ്സിലേക്ക് പോവല്ലേ. അപ്പം അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാത്തിൻ്റെയും ഒരു എൻഡ് ഗെയിം റിവിഷൻ ബാച്ചൊക്കെ ഉണ്ടാവും ലാസ്റ്റ്. അതിൻ്റെയൊക്കെ ആക്സസ് അതും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോകണം, ആ സമയമൊക്കെ ആകുമ്പോൾ പുതിയ ബാച്ചുകൾ 5ാം ക്ലാസ്സിൻ്റെത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ കാണണം. ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ബാച്ചിലേക്ക് അതിൻ്റെ ആക്സസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സുകളും കാണാം. അപ്പോൾ അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2 ബാച്ചുകളാണുള്ളത്. എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു ഗിവ് അവേ ആയിട്ട് ഒരു സ്മാർട്ട് വാച്ചും സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. സ്മാർട്ട് വാച്ച് കിട്ടുന്ന കാര്യം ആരും മിസ്സാക്കണ്ട. സോ ഞാൻ ഈ ഒരു പത്രവാർത്ത എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാവേ. അപ്പോൾ പത്രവാർത്ത എഴുതുമ്പോൾ നമ്മൾ നല്ലൊരു തലക്കെട്ട് കൊടുക്കണം. നല്ല അടിപൊളി തലക്കെട്ട് അല്ലേ, ആകർഷകമായ തലക്കെട്ട്. എന്നാലല്ലേ ആളുകൾ വായിക്കുള്ളൂ. ആകർഷകമായ തലക്കെട്ട് എന്നാലാണ് ആളുകൾ വായിക്കുള്ളൂ അല്ലേ. അതുപോലെ പിന്നെ എന്ത് വേണം? എന്തെങ്കിലും നടക്കുമ്പോൾ ആ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്ഥലം എന്നെഴുതിയിട്ട്, സ്ഥലം നല്ല എഴുതേണ്ടത്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സ്ഥലം എന്നെഴുതിയിട്ട് ഇങ്ങനെ 2 കുത്തും. ഇപ്പോൾ കോഴിക്കോട് ഞാനിപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എന്നിട്ട് 2 കുത്ത്. ഓക്കെ, കോഴിക്കോട് എഴുതിയിട്ട് 2 കുത്ത്.
എന്നിട്ട് ഇവിടെ വാർത്തകൾ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ എഴുതാം. നമുക്കൊന്ന് ഉദാഹരണം വായിച്ചു നോക്കിയാലോ? നോക്കണേ. പഴം പച്ചക്കറി സമ്മേളനം നടന്നത് പിറ്റേന്ന് വാർത്തയായിട്ട് വരുന്നു. അതിൽ ആരാണ് പ്രസംഗിച്ചത്, ആരാണ് അധ്യക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ചിലപ്പോൾ തരും, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. കളറായി പഴം പച്ചക്കറി സമ്മേളനം. ആലുംമൂട് എന്ന് പറയുന്ന ചന്തയില് അല്ലെ, ആലുംമൂട് പച്ചക്കറി ചന്തയിൽ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടന്നു. പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ എരിവും വീര്യവുമുള്ള കാന്താരിക്കുട്ടി തീപ്പൊരി പ്രസംഗം നടത്തി. മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച് അല്ലെ, ഒഴിഞ്ഞുവെച്ച് എന്നാണ് ഇവിടെ വേണ്ടത്. ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം, അല്ലെങ്കിൽ ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്ന ത്യാഗം ഏറ്റവും വലുതാണെന്നും അതിൽ ആരും വിഷമിക്കേണ്ടെന്നും കാന്താരി പഴങ്ങളെയും പച്ചക്കറികളെയും ഓർമ്മിപ്പിച്ചു. ആലമ്മൂട് പച്ചക്കറി ചന്ത ശനിയാഴ്ച പുളകമണിഞ്ഞു അല്ലെ. എല്ലാവരും അടിപൊളിയായിട്ട് ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാന്താരിയുടെ പ്രസംഗവും കൂടെ കേട്ടപ്പോൾ എല്ലാവരും പുളകം കൊണ്ടു. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി ചടങ്ങിൽ നിറസാന്നിധ്യമായി. സെക്രട്ടറി എന്താണ്? ചടങ്ങിൽ നിറസാന്നിധ്യമായി. അപ്പോ എല്ലാരെ പറ്റിയും നമ്മൾ അവിടെ പറഞ്ഞു. അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പറഞ്ഞു. ആരായിരുന്നു? നമ്മുടെ തണ്ണിമത്തനായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം തരികയാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെ വരണമെന്നില്ല, വേറെ എന്തെങ്കിലും ഇപ്പൊ നാട്ടിൽ പനി പടരുന്നതിനെ പറ്റിയാണെങ്കിൽ നിങ്ങളോട് സ്വന്തം ഒരു ന്യൂസ് ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ അത് മിസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് മിസ് ഇടാം. ഓക്കെ. അപ്പോൾ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി മത്തങ്ങ ചടങ്ങിൽ എന്തായി? അധ്യക്ഷനായി എന്നാണ് പറയുന്നത്. അധ്യക്ഷനായി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. പത്രവാർത്ത ഇങ്ങനെയാണ് എഴുതുക. നല്ല അടിപൊളി തലക്കെട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കണം. എല്ലാവരും ലൈവിൽ ഉണ്ടാവുക. നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട് അല്ലേ? അപ്പോൾ മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ.